2020 ലോകകപ്പിൽ വമ്പൻ ജയത്തോടെ തുടങ്ങാൻ ഇറങ്ങുകയാണ് ഭാരതം. ആദ്യ മത്സരത്തിൽ USA ആണ് എതിരാളി. രാത്രി 7-ന് മുംബൈയിലെ വാങ്കഡ സ്റ്റേഡിയത്തിലാണ് മത്സരം. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, ഇനി ലോകകപ്പ് ആവേശത്തിലേക്ക് അടുക്കുകയാണ്. വിവരങ്ങൾ. നീലിമ, 10ാമത്തെ T20 വേൾഡ് കപ്പിന് ഇന്ത്യ ഇറങ്ങുന്നത് ഇന്ത്യയുടെ 3ാമത്തെ കിരീടവും ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതിൽ ഇന്നാണ് ആദ്യത്തെ മത്സരം ഭാരതം കളിക്കുന്നത് എന്നുള്ളതാണ്. വൈകുന്നേരം 7 മണിക്ക് മുംബൈയിലാണ് ഈ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ താരതമ്യേന കുഞ്ഞൻ ടീമുകളിലൊന്നായിട്ടുള്ള അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടം എന്നുള്ളത്. എന്തായാലും ഈ സീസണിൽ അല്ലെങ്കിൽ ഈ ലോകകപ്പിനെത്തുമ്പോൾ ഇന്ത്യക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. കാരണം ഭാരതം ഏറ്റവും നല്ല രീതിയിൽ T20 റാങ്കിങ്ങിലടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണുണ്ട്. നിലവിലത്തെ ജേതാക്കളായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ റാങ്കിങ്ങിൽ തന്നെ വളരെ മുന്നിൽ നിലനിൽക്കുന്നു. ലോക 1-ാം നമ്പർ ബാറ്റ്സ്മാൻ ഇന്ത്യയുടെ കൂടെയുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ ന്യൂസിലൻഡുമായിട്ടുള്ള T20 പരമ്പരയിൽ വലിയ വിജയം നേടിയിട്ട് കൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര 2020 വേൾഡ് കപ്പിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സഞ്ജു സാംസന്റെ കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ന്യൂസിലൻഡുമായിട്ടുള്ള പരമ്പരയിൽ കാര്യമായി തിളങ്ങാൻ പറ്റാതെ പോയ സഞ്ജു എല്ലാവരെയും നിരാശപ്പെടുത്തിയതാണ്. അപ്പോൾ അതിനുശേഷമുണ്ടായിട്ടുള്ള ദക്ഷിണാഫ്രിക്കയുമായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ പോലും സഞ്ജുവിന് പകരം ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ സഞ്ജു കളിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. ഒപ്പം തന്നെ പല വിഷയങ്ങളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ടുള്ള പല ചർച്ചകളും ഈ T20 വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ഭാരതം പാകിസ്ഥാനെതിരെ ഇറങ്ങുമ്പോൾ 12-ന് നമീബിയയ്ക്കെതിരെയാണ് ഭാരതത്തിൻ്റെ മത്സരമുള്ളത്. പക്ഷേ 15-ന് പാകിസ്ഥാനെതിരുമായിട്ടുള്ള മത്സരത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ ഈ ബംഗ്ലാദേശിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള മത്സരങ്ങൾ പാകിസ്ഥാൻ ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ICC ആകട്ടെ പാകിസ്ഥാൻ്റെ ഈ നിലപാട് ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല. ഇന്ത്യയിലും അല്ലെങ്കിൽ ന്യൂട്രൽ വേദി എന്ന് വിളിക്കാവുന്ന ശ്രീലങ്കയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളിൽ പാകിസ്ഥാൻ പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ എത്തിയില്ലെങ്കിൽ ആ മത്സരങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ നിലവിലത്തെ സാഹചര്യം വെച്ച് ഒരു പക്ഷേ ഇന്ത്യ വീണ്ടും T20 ലോകകപ്പിൻ്റെ ഫൈനലിൽ എത്തുകയാണെങ്കിൽ അവിടെ പാകിസ്ഥാനും ഏതെങ്കിലും വിധത്തിൽ ജയിച്ച് അവിടെ എത്തുകയാണെങ്കിൽ ഒരു പക്ഷേ ആ മത്സരവും ശ്രീലങ്കയിൽ വെച്ച് നടക്കേണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരമൊരു മത്സരം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയാൽ പാകിസ്ഥാൻ T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലും ബഹിഷ്കരിക്കുമോ എന്നടക്കമുള്ള രാഷ്ട്രീയ ചോദ്യങ്ങളും അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷകളുമായി മുന്നോട്ട് പോകുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കാര്യമായ വെല്ലുവിളി ഭാരതത്തിനെതിരെ ഉയർത്താൻ കഴിഞ്ഞ ടീമുകളാരും ഭാരതത്തിനൊപ്പമുള്ള ഗ്രൂപ്പിലില്ല എന്നുള്ളതും ഇത്തവണത്തെ എന്തായാലും സൂപ്പർ 8 ഏറ്റവും കുറഞ്ഞത് ഭാരതം കടക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. ഒരുപക്ഷെ വീണ്ടും ഒരു 3ാം ലോകകപ്പ് കൂടി T20 വേൾഡ് കപ്പിലെ 3ാമത്തെ കപ്പ് കൂടി ഭാരതം സ്വന്തമാക്കുമെന്നുള്ള പ്രതീക്ഷകളും വളരെ വലുതായി നിലനിൽക്കുന്നു. നീലിമ, ശരി.